ഒറ്റ നാടകം എനിക്കിത് പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് പറ്റുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പറ്റൂ എന്ന് തോന്നുന്ന തരത്തിലാണ് ആ ഒരു നാടകം കൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ച ഒരു ഭൂമിക എന്നുള്ളത്. ഞാൻ ഇവിടെ എന്നോട് MDയുടെ സൃഷ്ടികളിലൂടെ കടന്നുപോയി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവിടെ കാലത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചു. സേതുമാധവന്റെ ജീവിതവും കടന്ന് പോകുമ്പോൾ ഇവിടെ എങ്ങനെ എന്ത് സംസാരിക്കണം, എങ്ങനെ വരുന്നുവെന്ന് ഭീമൻ എന്ന കഥാപാത്രത്തെ എടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ എന്നെ ഭീമൻ അതിനെ കുറിച്ചുള്ള ഒരു കഥ കടന്നു പോകുന്ന സമയത്ത് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന PK ബാലകൃഷ്ണന്റെ കർണനും അതോടൊപ്പം തന്നെ ദ്രൗപദിയെ കുറിച്ചും ഒക്കെയുള്ള മലയാളത്തിലെയും ഇന്ത്യയിലെ 200ഓളം കൃതികളുണ്ട് മലയാളത്തിൽ അത്തരത്തിലുള്ള സൃഷ്ടികൾ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലുള്ള 200ഓളം കൃതികളുടെ കൂട്ടത്തിൽ ഈ കൃതി എങ്ങനെ മികച്ചു വരുന്നു എന്നുള്ളൊരു ചോദ്യം നിൽക്കുമ്പോൾ അവിടെയും എനിക്ക് സംശയം ഉണ്ടാവുന്നു. കാരണം ഒരു മഹത്തായ സൃഷ്ടിയെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കൊണ്ട്, അതായത് നോബൽ ക്രാഫ്റ്റ് സൃഷ്ടി, ഇതൊക്കെ ആണല്ലോ നമ്മുടെ വായനയുടെ ഒരു തലം എന്ന് പറയുന്നത്. സൃഷ്ടി ഭംഗിയുടെ ഒരു പ്രധാനപ്പെട്ട ക്രാഫ്റ്റിന്റെ തലത്തിലൂടെ കൂടി നോവലിനെ കൊണ്ടുപോയിക്കൊണ്ട് വായിക്കുക എന്നുള്ള ഒരു തലമാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിലേക്കാണ് കടന്നു പോകാൻ ആഗ്രഹിക്കുകയും ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ടാണ് ചില സൃഷ്ടികൾ കാലാതീതമായി മാറുന്നതും ചില സൃഷ്ടികൾ ലോകത്തിന്റെ മൂശയിൽ, ലോകത്തിന്റെ അരകല്ലിൽ ഇട്ട് സൃഷ്ടിയുടെ സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ച് നോക്കുമ്പോൾ ഉയർന്ന ബോധത്തിൽ, ഉയർന്ന തലത്തിൽ, ഉയർന്ന തെളിമയിൽ നിൽക്കുന്ന സൃഷ്ടികൾ ഉണ്ടാകുന്നതും, അങ്ങനെ ആ തെളിമയിൽ നിൽക്കുന്ന സൃഷ്ടികൾ ഇപ്പൊ നമ്മള് കാരാമു സഹോദരന്മാരുടെ, ദസ്തയേവ്സ്കിയുടെ കാരാമു സഹോദരന്മാരോ അല്ലെങ്കിൽ പിന്നെ പാവങ്ങൾ, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളോ അല്ലെങ്കിൽ പട്ടം പറത്തുന്നവൾ തുടങ്ങിയിട്ടുള്ള ഇപ്പോഴത്തെ അഫ്ഗാൻ നോവലിസ്റ്റിന്റെ ഹുസൈനിയുടെ നോവലുകളൊക്കെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ അനുഭവങ്ങളുണ്ട്. ഈ നോവലുകൾ വായിക്കുമ്പോൾ ഇതിന്റെ ഒരു ക്രാഫ്റ്റിന്റെ, സൃഷ്ടിയുടെ ജീവിതത്തിന്റെ, അതായത് പ്രണയം മാത്രമല്ലാത്ത ജീവിതത്തിന്റെ ദുരന്തങ്ങളിലൂടെ, ജീവിതത്തിന്റെ സൂക്ഷ്മതയിലൂടെ കടന്നു പോകുന്ന ഒരു വായനാശീലം നമുക്ക് തരുമ്പോഴുണ്ടാകുന്ന വായനാനുഭവം ഉണ്ടല്ലോ. ആ വായനാനുഭവമാണ് ഒരു എഴുത്തുകാരനെ വളരെ വ്യത്യസ്തനാവുന്ന തലത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് ചിന്തയിലേക്ക്, നമ്മുടെ ഊഷ്മാവിലേക്ക്, നമ്മുടെ ദുഃഖത്തിലേക്ക്, നമ്മുടെ പരന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ജീവിതത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിൽ നമ്മളെ വായിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ജീവിതത്തെ നമ്മുടെ ഒരു പുതിയ ഒരു തലത്തിലേക്ക് മാറ്റിമറിക്കുന്ന തലമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ചിന്തയുണ്ടാക്കുന്ന തരത്തിൽ നമ്മെ സൃഷ്ടിച്ചെടുക്കാനും ഒക്കെ എഴുത്തുകാരന് കഴിയുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സൃഷ്ടിയെ നമുക്ക് വരുമ്പോൾ അത് ഏതാണ് MDയുടെ എന്നുള്ള എന്നോട് തന്നെയുള്ള ഒരു ചോദ്യത്തിന് ഞാൻ കണ്ടെത്തിയത് അത് അസുരവിത്താണ് എന്നുള്ളതാണ്. അസുരവിത്ത് വളരെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് നേരിട്ടല്ല, മലയാളത്തെ ഇന്ന് വരെയുള്ള എഴുത്തുകാരിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തനാവാൻ വേണ്ടി വളരെ നേരിട്ട് കഥ പറയുന്ന ഒരു തലം, നേരിട്ട് കഥ പറയുന്ന ഒരു തലത്തെ എനിക്ക് നേരിട്ട് കഥ പറയുന്ന തലത്തിൽ ഞാനിപ്പോ സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോ നിന്നെപ്പോലെ ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എന്നിട്ടും അവർ ജീവിക്കുന്നു എന്ന് സങ്കീർത്തന പുസ്തകം പറയുന്നത് കൊണ്ടാണ് ആ നേരിട്ടല്ല, പക്ഷെ അതൊരു വിശാലമായ തലം സങ്കീർത്തന പുസ്തകം നമുക്ക് തരുന്നത്. അതോട് ഏശയ്യ നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ന് ഏശയ്യ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു വിശാലമായ തലം നമുക്ക് തരുന്നത്. ഈ സമാനമായിട്ടുള്ള, അതായത് ചിന്തകൾക്ക് വളരെ ബൈബിളിലെ പഴയ നിയമത്തിലുള്ള ചില വരികളാണ്. ഈ വിശാലമായ ഒരു തലം നമുക്ക് തരുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ ഒരു ചിന്ത, ഒരു പുസ്തകം കാലത്തിന് അതീതമായിട്ട് നമ്മുടെ ലോകത്തിലേക്ക് നമുക്ക് പുതിയ സംഭാവനകൾ നൽകുന്നത്. ആ തരത്തിലാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ സൂക്ഷ്മമായിട്ടുള്ള ജീവിതാവസ്ഥകളിലെ ദുരന്തപൂർണമായ ജീവിതാവസ്ഥകളുടെ, ഗോവിന്ദൻകുട്ടിയുടെ ദുരന്തപൂർണമായ ജീവിതാവസ്ഥകളാണ് നമ്മുടെ മുന്നിലേക്ക് MD ആ ഒരു മഹത്തായ 62 ഇറങ്ങിയിട്ടുള്ള പുസ്തകത്തിലൂടെ വരച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത്. ഒരു കുടുംബവും ആ ഒരു കാലഘട്ടത്തിൽ 57 ഒരു അടിയന്തരാവസ്ഥ
കാലഘട്ടത്തിലും ഒന്നും ഉണ്ടായ പുസ്തകമല്ല. തീർച്ചയായും രണ്ടാം മഹായുദ്ധത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ജീവിത ദുരന്തങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ലോകത്തിലുള്ള മാറ്റങ്ങളുടെ, ലോകയുദ്ധങ്ങളുടെയും മാറ്റങ്ങളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടത്തിൽ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുടെ ഒരു ബാക്കിപത്രമാണ്. അതായത് ഒരു നായർ തറവാടിന്റെ പൊളിഞ്ഞ അവസ്ഥയും ആ കുടുംബത്തിലെ ഏറ്റവും അവസാനത്തെ സന്തതിയായിട്ട് ഒരു കുട്ടി ജനിക്കുകയും ആ കുട്ടിയെ നിരന്തരമായിട്ട് ആ അമ്മയ്ക്ക് എപ്പോഴും ഈ കുട്ടിയിൽ നിന്ന് ശാപവാക്കുകൾ ഉണ്ടാകുകയും ഈ കുട്ടി കാരണം എപ്പോഴും എനിക്ക് വേണ്ടാതെ പറഞ്ഞ കുട്ടി എന്ന രീതിയിൽ ഗോവിന്ദൻകുട്ടിയായി മാറുകയും ഗോവിന്ദൻകുട്ടിയുടെ ജ്യേഷ്ഠരായ ആള് തന്റെ ഭാര്യയുടെ വീട്ടിൽ ജീവിക്കുകയും അതോടൊപ്പം തന്നെ തനിക്ക് രണ്ടു മൂന്ന് സഹോദരിമാരുണ്ട്. കുഞ്ഞോപ്പോൾ എന്ന് പറഞ്ഞ സഹോദരിയുണ്ട്. കുഞ്ഞോപ്പോൾ എന്ന് പറഞ്ഞ സഹോദരി വളരെ സുന്ദരിയായിരുന്നു. നാട്ടുകാരി മുഴുവൻ നോക്കി നിൽക്കുന്ന കുഞ്ഞോപ്പോളിനെ തീർച്ചയായിട്ടും കുഞ്ഞോപ്പോള് കല്യാണം കഴിക്കാവുന്ന ഒരു അവസ്ഥയിൽ എത്തപ്പെടുകയും ആ അവസ്ഥയിൽ നിന്നും കുഞ്ഞോപ്പോൾ രക്ഷപ്പെടുന്ന ഒരവസ്ഥ, അതായത് അത് കല്യാണം കഴിച്ച് പെൺമാണികത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്ന അവസ്ഥ. അതിന്റെ മൂത്തൊരു ചേച്ചിയുണ്ട്, മാധവി എന്ന് പറയുന്ന ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട വില്ലൻ. ശേഖരൻ നായർ എന്ന കഥാപാത്രം തീർച്ചയായിട്ടും ഈ നാടിന്റെ ഈ കുടുംബകാര്യങ്ങളിലൊക്കെ ഇദ്ദേഹത്തെ വളരെയധികം ഇദ്ദേഹത്തിന്റെ വില്ലനായി മാറുന്ന ഒരവസ്ഥയും അങ്ങനെ നിരന്തരമായിട്ട് ഈ മനുഷ്യന് പിടിഞ്ഞു കൊടുത്ത ജീവിതാവസ്ഥയിൽ നിന്നും എങ്ങനെ മുന്നോട്ട് ജീവിതത്തെ കൊണ്ടുപോകാമെന്ന് ഈ ദാരിദ്ര്യവും പ്രശ്നങ്ങളും ദുരന്തങ്ങളും ഒക്കെ ആയിട്ടുള്ള ഈ അദ്ദേഹത്തിന്റെ വളരെ സങ്കീർണമായ ജീവിതാവസ്ഥയെ കണ്ടുകൊണ്ട് ആ സങ്കീർണമായ ജീവിതാവസ്ഥയിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് നോക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും അവസാനം ഗോവിന്ദൻകുട്ടി ശേഖരന്റെ തന്റെ ശത്രു തന്നെയായി മാറിയ ശേഖരന്റെ അടുത്ത് പോയിട്ട് ജോലി അഭ്യർത്ഥിക്കുകയും അങ്ങനെ ഒരു ഒരു പാടത്ത് ഒരു ജോലി പണിയെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ അങ്ങനെ ശേഖരൻകുട്ടി വീണ്ടും തളർത്തു വരുന്ന ഇതിനിടയിലുള്ള സങ്കീർണമായിട്ടുള്ള അവസ്ഥയെ ഒരുപാട് വിവരിക്കാനുണ്ട്. പക്ഷെ സമയം ഒരു പരിമിതമായതുകൊണ്ട് തന്നെ ആ അവസ്ഥയിൽ നിന്നും അങ്ങനെ ഒരു കല്യാണത്തിലേക്ക് വരികയും ആ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിയുന്നത് താൻ വഞ്ചിക്കപ്പെട്ടു. ശേഖരന്റെ മകന്റെ ഗർഭം ഉണ്ടായപ്പോൾ സ്ത്രീയെയാണ് തന്നെ പിടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവിടുകയും അതിനുശേഷം ഉണ്ടാവുന്ന ആന്തരിക സംഘർഷങ്ങളും ശേഖരമായിട്ടുണ്ടായിരുന്ന വഴക്കുകളും അങ്ങനെ ആ വഴക്കിൽ നിന്നും അദ്ദേഹം അവിടെ എല്ലാ സ്ഥലത്തും ഒറ്റപ്പെടുകയും അങ്ങനെ ആ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ തന്നെ കുഞ്ഞരക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യസ്നേഹിയായ മനുഷ്യൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും ആ കുഞ്ഞരക്കാരന്റെ ആ വീട്ടിലേക്ക് വരികയും അവിടെ നാട്ടിലുണ്ടാകുന്ന അനേകമായിട്ടുള്ള പ്രശ്നങ്ങളും അഭിപ്രായങ്ങളും വരുന്നതിന്റെ ഭാഗമായിട്ട് കുഞ്ഞരക്കാരൻ അതിന് രക്ഷപ്പെടാനായിട്ട് അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിപ്പെടേണ്ട അവസ്ഥയിൽ ആ നാട്ടിലെ മുതലാളി എന്നറിയപ്പെടുന്ന മുതലാളിയും ശേഖരനും രണ്ട് ഭാഗമാണ്. ഒരാൾ രണ്ട് മതത്തിന്റെ പ്രതീകമായി മാറുന്നു. അപ്പൊ അങ്ങനെ മുതലാളി എടുത്തു പോവുകയും മതം മാറി തിരിച്ചു വന്ന ആളെ സ്വീകരിക്കപ്പെടുന്ന ഒരു തലമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഈ നോവലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മതം മാറി തിരിച്ചു വരുന്ന ആളെ കൊണ്ടാടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കൊണ്ടാടപ്പെടുന്നത് ഓരോ വീടുകളിലായിട്ട് വിരുന്ന് കിട്ടുന്നതായാണ് ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടാടപ്പെടുന്ന ഗോവിന്ദൻകുട്ടി അതിനുശേഷം അതിന്റെ അവസാനമായി വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന വിരുന്നുകളുടെ ശക്തിയും അതോടൊപ്പം തന്നെ പദാർത്ഥങ്ങളുടെ ശക്തിയും അതുപോലെ തന്നെ വിരുന്നുകൾക്ക് ഉണ്ടാവുന്ന ഊഷ്മളതയും ഒക്കെ ഇല്ലാതാവുകയും പതുക്കെ അവസാനം ആ വീടിന്റെ താഴോട്ട് വരികയും താഴോട്ട് വന്ന് അവസാനം തിണ്ണയിൽ ഇരുന്നു കൊണ്ട് ഒരേ പാത്രത്തിൽ അവിടുത്തെ പണിക്കാരനും ശേഖരൻകുട്ടിയും ഗോവിന്ദൻകുട്ടിയും കഴിക്കേണ്ട അവസ്ഥ വരികയും അങ്ങനെ കഴിക്കേണ്ട അവസ്ഥയിൽ നിന്നും അദ്ദേഹം ഇനി ജീവിതത്തിൽ ജോലി ചെയ്യണമെന്ന് തിരിച്ചറിയുകയും അങ്ങനെ തിരിച്ചറിയുന്ന അവസ്ഥയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും പിന്നീട് കോളറ വരികയും ആ കോളറ വന്ന അവസ്ഥയിൽ അവിടെ നാട്ടുകാർക്ക് മുഴുവൻ കോളറ വരുന്ന അവസ്ഥയിൽ എല്ലാവരും ജീവിതത്തിലെ ദുരന്തപൂർണമായിട്ട് മാറി നിൽക്കുമ്പോൾ ഈ കോളറയ്ക്ക് ശവങ്ങളെ കുഴിച്ചു മൂടാൻ ആകെ വരുന്ന അല്ലെങ്കിൽ അതിന് തയ്യാറാകുന്ന ധൈര്യമുള്ള ഒരു മനുഷ്യസ്നേഹിയായിട്ട് ഇദ്ദേഹം രൂപപ്പെടുകയും അങ്ങനെ അദ്ദേഹം അതിന് ഭാഗമായിട്ട് ഇങ്ങനെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ട് അങ്ങനെ അതിലൂടെ ഏർപ്പെടുമ്പോൾ തന്റെ ഭാര്യയായി വന്ന സ്ത്രീയും അതിലുണ്ടായ കുട്ടിയെയും ഭാര്യയായി വന്ന സ്ത്രീ മരിക്കുകയും അങ്ങനെ ആ കുട്ടിയെ എടുത്ത് തന്റെ ഈ ശേഖരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് മറയുകയും ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
തീർച്ചയായിട്ടും ഈ ഈ ഈ നോവൽ എന്നെ ഇഷ്ടപ്പെട്ടത് കരമ സഹോദരന്മാരെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വിക്ടോറിയ ഹ്യൂഗോയുടെ പാവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ, അത്തരത്തിലുള്ള മലയാളത്തിലെ പിന്നെ ഏകാന്തിയുടെ 100 വർഷങ്ങളെ പോലുള്ള ചില പുസ്തകങ്ങൾ പറഞ്ഞതുപോലെ, മൈ നെയിം ഈസ് റെഡ് എന്ന് പറയുന്ന പുസ്തകത്തെ പറഞ്ഞ പോലെ, കൂറ്റ്സ്കിയുടെ ചില പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അനുഭവിച്ച ചില ജീവിതാനുഭവങ്ങളെ എടുത്തു പറയുന്നത് പോലെ, ഈ പുസ്തകത്തിന്റെ സങ്കീർണതയും ജീവിതാവസ്ഥയും നമ്മളെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു പ്രതിഭാശാലിയുടെ തിളക്കമുള്ള, അതായത് ഇനിയും എന്തൊക്കെയോ ഈ ലോകത്തിന്റെ ജീവിതാവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ തിരിച്ചറിയാനുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു മഹത്തായ സൃഷ്ടിയാണത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1000 കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ 100 കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയും 10 കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയും വീണ്ടും ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യേണ്ട തരത്തിൽ എത്തപ്പെട്ടത് അത്രയും വിശാലമായ എഴുത്തിന്റെ, അത്രയും വിശാലമായ ബോധത്തിന്റെ, അത്രയും വിശാലമായ തരത്തിൽ നമ്മെ നമ്മുടെ സൂക്ഷ്മതയിലേക്ക്, ജീവിതത്തിന്റെ ഓരോ തരത്തിലേക്കും കടന്നു വരാവുന്ന രീതിയിൽ അദ്ദേഹം എഴുതി എന്നുള്ളതാണ്. ആ എഴുത്താണ് ഇന്ന് ഇവിടെ ഈ ഒരു നിമിഷത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ചർച്ച ചെയ്യാനും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ചിന്ത ഉൽപ്പാദിപ്പിക്കാനും അദ്ദേഹത്തിന്റെ സൃഷ്ടികൾക്ക് കഴിയുന്നത് എന്നതാണ്. ആ കാലാതീതമായി മാറുന്നത് എന്നുള്ളതാണ്. ആ വായിക്കപ്പെടലാണ് ആ എഴുത്തുകാരൻ്റെ കരുത്ത്. അങ്ങനെ തന്നെ നമുക്ക് വായിക്കാം. തീർച്ചയായിട്ടും കൃതികൾക്ക് അനേകം വായനകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.